റോയ്ചായ PM ശ്രീയിൽ കേരളത്തിനും കേന്ദ്രത്തിനുമിടയിലുള്ള പാലമായി പ്രവർത്തിച്ചത് ജോൺ ബ്രിട്ടാസ് എന്നാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്. പരസ്യമായി എതിർക്കുകയും രഹസ്യമായി ആ കരാർ നടപ്പിലാക്കുകയും ശ്രമിക്കുന്നതിന് ഇരട്ടത്താപ്പെന്നല്ലാതെ വേറെ എന്താ പറയുക? 2014 ശേഷം, അതായത് 2016 കേരളത്തിൽ പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നത്. അതിനുശേഷം ഈ നിമിഷം വരെ കേന്ദ്രവുമായി പുറത്ത് BJP എതിർക്കുന്നു എന്ന് പറയുക, ഞങ്ങൾ മാത്രമാണ് BJP എതിർക്കുന്നത്, തടഞ്ഞു നിർത്തുന്നതൊക്കെ പറയുകയും രഹസ്യമായും പരസ്യമായും BJPയുമായിട്ട് പലതരത്തിലുള്ള ധാരണകൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ ഈ കാലഘട്ടങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. PM ശ്രീയെ എതിർത്തുകൊണ്ട് ഘോരം പ്രസംഗിക്കുകയാണ് CPM ഈ കാലം മുഴുവൻ ചെയ്തുകൊണ്ടിരുന്നത്. ദേശീയ നേതൃത്വത്തിലായാലും ഇന്ത്യ മുന്നണിയോടൊപ്പം ചേർന്നുകൊണ്ട് PM ശ്രീയെ എതിർക്കുന്നു എന്ന് പറയുകയും കേരളത്തിലും അതേപോലെ തന്നെ PM ശ്രീയെ ഇതാണ് BJP സർക്കാരിൻ്റെ നയങ്ങൾ, ഹിന്ദുത്വ നയങ്ങൾ നടപ്പിലാക്കുന്ന പദ്ധതിയാണെന്നൊക്കെ പറഞ്ഞാണ് ഇവിടെ ഭൂകമ്പം ഉണ്ടായിക്കൊണ്ടിരുന്നത്. അത് ഏറ്റുപിടിച്ച് CPI പോലുള്ള പാർട്ടികളും അതിനെ എതിർക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതിനിടയിലാണ് പോയി കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പിലെ സെക്രട്ടറിയായ ഡോക്ടർ വാസുകി പോയി കേന്ദ്രവുമായി PM ശ്രീയിൽ ഒപ്പുവെച്ചതിന് ശേഷവും നടന്ന ക്യാബിനറ്റ് യോഗത്തിനകത്ത് CPI മന്ത്രിമാർ ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി അടക്കമുള്ളവർ മിണ്ടിയില്ല, ഒപ്പുവെച്ചെന്ന പോലും മിണ്ടിയില്ല. പിന്നീടാണിത് പുറത്തു വരുന്നത്. അപ്പോൾ ഈ ഓരോ കഥകൾ ഇങ്ങനെ BJP ഭരിക്കുന്ന കേന്ദ്ര സർക്കാരുമായിട്ടുള്ള CPMൻ്റെ അന്തർധാരയാണ് ഓരോരോ ഘട്ടങ്ങളിൽ പുറത്തു വരുന്നത്. ഇന്നെങ്ങനെയാണിത് ഈ സംഭവം ഇപ്പോൾ പുറത്താകാനുള്ള കാരണം എന്താണ്? ഇന്ന് ഈ ബ്രിട്ടാസ് തന്നെ രാജ്യസഭയിൽ PM ശ്രീ സംബന്ധിച്ച് അതുപോലെ PM ശ്രീയും ദേശീയ വിദ്യാഭ്യാസവുമായൊക്കെ കൂട്ടിക്കൊഴിഞ്ഞ് കിടക്കുകയായതുകൊണ്ട് ഫണ്ടുകൾ കിട്ടുന്നില്ല എന്നുള്ള മട്ടിൽ ഇന്ന് ഒരു ചോദ്യം ചോദിച്ചു. അതിന് മറുപടിയായിട്ടാണ് ധർമ്മേന്ദ്ര പ്രധാൻ ഇത് പറഞ്ഞത്. അതായത് ബ്രിട്ടാസാണ് കേന്ദ്ര സർക്കാരിൻ്റെയും കേരള സർക്കാരിൻ്റെയും ഇടയിലെ പാലമായിട്ട് പ്രവർത്തിച്ചു എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹം പറഞ്ഞ രാജ്യസഭയിൽ പറഞ്ഞ ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞ ആ 2 വാചകം വായിക്കാം, അപ്പോൾ മനസ്സിലാവും എന്താണെന്നുള്ളത്. ഹി ഹിംസെൽഫ്, അതായത് ബ്രിട്ടാസിനെ കുറിച്ചാണ് പറഞ്ഞത്. ഹി ഹിംസെൽഫ് മീഡിയേറ്റ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ഗവൺമെൻറ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ്. My dear friend John Brittas, I am thankful to you. He created a bridge between Government of Kerala and Government of India എന്നാണ് ബ്രിട്ടാസിനെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ഇടനില നിൽക്കുന്ന അല്ലെങ്കിൽ ബ്രോക്കർ അല്ലെങ്കിൽ ഇടനിലക്കാരൻ അല്ലെങ്കിൽ മധ്യസ്ഥൻ എന്നൊക്കെ പറയുന്ന റോളാണ് ബ്രിട്ടാസ് എടുത്തത്. ബ്രിട്ടാസ് പിന്നെ അതിന് പുറത്തു വന്നിട്ട് സഭയിൽ ഇരിപ്പുണ്ടായിരുന്നു. പക്ഷേ ബ്രിട്ടാസ് അന്നേരം ആ ചോദ്യത്തിന് അല്ലെങ്കിൽ കേന്ദ്രമന്ത്രി ഇങ്ങനെ പറഞ്ഞപ്പം അതിനുള്ള മറുപടിയായിട്ടൊന്നും പറഞ്ഞില്ല. പുറത്തു വന്ന് പറഞ്ഞു, ഞാൻ സംസ്ഥാന സർക്കാരിന് വേണ്ടി മാത്രമേ മധ്യസ്ഥം വഹിച്ചുള്ളൂ എന്ന് പറയുന്നത്. സംസ്ഥാനങ്ങളുടെ ആവശ്യം കേന്ദ്രമന്ത്രിയുമായി ചർച്ച ചെയ്തു എന്ന MP എന്നുള്ളതിൽ ചർച്ച ചെയ്തു എന്നാണ്. മധ്യസ്ഥം വഹിച്ചില്ല, പാലമായില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇത് ഇതാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നാണോ കേന്ദ്ര സർക്കാരുമായി ലോഹ്യത്തിൽ പോകണം എന്നുള്ള ആ നിലപാട്, അതിൻ്റെ ദൂതനായിട്ടാണ് ഇദ്ദേഹം പ്രവർത്തിച്ചിരിക്കുന്നത്. അപ്പോൾ ബ്രിട്ടാസിൻ്റെ റോൾ എന്താണെന്നും ബ്രിട്ടാസിനെ രാജ്യസഭയിലേക്ക് വിട്ടെന്നുള്ളതും സാധാരണക്കാർക്ക് മനസ്സിലാവും. പിണറായി വിജയൻ്റെ ഇംഗിതം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു മീഡിയേറ്റർ തന്നെയാണ്, അല്ലെങ്കിൽ ഒരു മധ്യസ്ഥനാണ്. കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ഈ ഇടപാടുകൾക്കിടയിലെ ഒരു മധ്യസ്ഥൻ. അതുപോലെ തന്നെ CPMന് ദോഷം വരുന്നത് നിയന്ത്രിക്കുന്നതിനും അതല്ലെങ്കിൽ അവിടെ പോയി ഡീൽ ചെയ്യുന്നതിനു വേണ്ടിയാണ് ബ്രിട്ടാസ് പ്രധാനമായിട്ട് റോൾ വഹിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഇതോടുകൂടി മനസ്സിലായി. അപ്പോൾ നിങ്ങൾ BJP സർക്കാരിനെ എതിർക്കുന്നു എന്ന് ഒരു വശത്ത് പറയുക, മറുവശത്ത് പോയി അവരുമായി സഖ്യമുണ്ടാക്കുകയും ഡീൽ നടത്തുകയും ചെയ്യാണ്. അതിൻ്റെ വേറൊരു ഉദാഹരണമാണ് കേന്ദ്രം ഭരിക്കുന്ന NDA മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന ജനതാദൾ. കർണാടകത്തിൽ അവരുടെ MP ആയ HD കുമാരസ്വാമി കേന്ദ്ര മന്ത്രിസഭയിലെ വ്യവസായ വകുപ്പ് മന്ത്രിയാണ്. ആ പാർട്ടിയുടെ കേരള ഘടകം ഇവിടെ പിണറായി വിജയൻ്റെ മന്ത്രിസഭയിൽ അംഗമായിരിക്കുന്നു. ഒരേ സമയം തന്നെ ഒരു പാർട്ടി കേന്ദ്രത്തിലും BJPയോടൊപ്പവും ഇവിടെ CPMനോടൊപ്പം ഇരിക്കും. ഇതിനകത്ത് യാതൊരു അപാകതയും CPM നേതാക്കന്മാർ കാണുന്നില്ല. അവരിവിടെ വേറെ കക്ഷിയാണ്. ഇപ്പോൾ ഈ മത്സരിക്കുമ്പോൾ പോലും ഈ BJPയുടെ അല്ലെങ്കിൽ BJPയോടൊപ്പം നിൽക്കുന്ന ജനതാദളിൻ്റെ ചിഹ്നത്തിലാണ് ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ ഈ ജനതാദൾ എസിൻ്റെ സകല സ്ഥാനാർത്ഥികളും മുന്നണിയിൽ നിന്ന് മത്സരിക്കുന്നത്. അപ്പോൾ ഇതിലൊന്നും ഒരു പ്രശ്നവും ഇവർക്കില്ല. ഈ ലേബർ കോഡിലും അത് തന്നെയാണ് കണ്ടത്. അവിടെ പാസ്സാവുമ്പോൾ ഇവിടെ കരട് റെഡിയായി. അത് തന്നെ ലേബർ കോഡിൻ്റെ കാര്യത്തിലാണെങ്കിലും അതും രാജ്യസഭയിൽ തന്നെ നേരത്തെ ഒരു മന്ത്രി മറുപടി പറഞ്ഞു. അന്നാരും ശ്രദ്ധിക്കപ്പെടാതെ പോയതാണ്. അന്ന് ബംഗാൾ മാത്രമാണ് ലേബർ കോഡിൻ്റെ ഡ്രാഫ്റ്റ് തയ്യാറാക്കാത്തതെന്ന് പറഞ്ഞിരുന്നു. ഇവിടെ തൊഴിലാളികൾക്കൊപ്പമാണെന്ന് പറയുന്ന ഈ പാർട്ടിയാണ് ലേബർ കോഡ് ഏറ്റവും തൊഴിലാളി വിരുദ്ധവുമായ നിയമത്തിന് ഇവിടെ ഡ്രാഫ്റ്റ് കരട് തയ്യാറാക്കി വെച്ച് കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതാണ് നടക്കുന്നത്. ഇപ്പോൾ ജനങ്ങളെ നിങ്ങൾ ഈ അടുത്ത കാലത്ത് എന്ന് പറഞ്ഞാൽ LDF ഇല്ല, ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, ഇല്ലേ? ഈ CPMൻ്റെ നേതൃത്വമുള്ള സർക്കാർ നേരിടുന്ന കേന്ദ്ര അന്വേഷണങ്ങളുടെ മുഴുവൻ
ഇത്തരത്തിലാണ് ഡീൽ ഉണ്ടാക്കി ഒതുക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ഒരു ചടങ്ങ് പോലെ ഇടയ്ക്കിടയ്ക്ക് ഓരോ നോട്ടീസ് മാത്രം വരുന്ന ഒരു പരിപാടി അത്രേ ഉള്ളൂ. കാരണം അവരുടെ ഇംഗിതം അനുസരിച്ച് പ്രവർത്തിക്കുകയും അവരുടെ ഇംഗിതത്തിന് വിരുദ്ധമായി ഒന്നും ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ഒരു തരത്തിലും ചെയ്യാതിരിക്കുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. അപ്പോൾ പിന്നെ നിങ്ങൾ എന്തിനാണ് ബി ജെ പി എതിർക്കുന്നത്? നിങ്ങൾ ബി ജെ പിയുടെ സഖ്യകക്ഷിയായിട്ട് പ്രവർത്തിക്കുക. നിങ്ങൾ രാജ്യസഭയിലും ലോക്സഭയിലും ഒക്കെ ബി ജെ പി സർക്കാരിനെ എതിർക്കുന്നുണ്ടെന്ന് പറയുക, ഇന്ത്യ മുന്നണിയോടൊപ്പം ചേർന്ന് നിൽക്കുക, മറുവശത്ത് പോയി ഇവരുമായിട്ട് ഡീൽ ഉണ്ടാക്കുക, കാര്യങ്ങൾ നേടുക, കേസുകൾ ഒതുക്കുക. ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇന്ത്യ മുന്നണിയിൽപ്പെട്ട മുഖ്യമന്ത്രിമാർക്കെതിരെ നടക്കുന്ന പോലുള്ള അന്വേഷണങ്ങൾ അല്ലെങ്കിൽ റെയ്ഡ് അല്ലെങ്കിൽ അറസ്റ്റ് എന്തുകൊണ്ടാണ് കേരളത്തിൽ നടക്കാത്തത്? അങ്ങും ഇങ്ങും വരെ കേസും നോട്ടീസും ഒക്കെ കാണിച്ച് പേടിപ്പിച്ച് നിർത്തുന്നതല്ലാതെ അവിടെ ഇരിക്കാൻ പറയുമ്പോഴത്തേക്ക് ഇവിടെ കിടക്കുന്ന സ്ഥിതിയിലാണ് സംസ്ഥാന സർക്കാരിൻ്റെ പോക്കുകൾ മുഴുവൻ. ഒരൊറ്റ കേസ്, സ്വർണ്ണക്കടത്ത് മുതൽ ഇപ്പം വരെയുള്ള ഒരു കേസിൽ പോലും ഒരു അന്വേഷണവും മുന്നോട്ട് പോയിട്ടില്ല. ഇപ്പൊ ശബരിമല കേസിലും ഇ ഡി അവതരിച്ചിട്ടെങ്കിലും ഒരു വശത്ത് ബി ജെ പിക്കാർ പറയുന്നുണ്ട് സി ബി ഐക്ക് വിടണം. സി ബി ഐക്ക് വിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നിയന്ത്രിക്കാം. ഈ സർക്കാരിനെ കൊണ്ട് എന്ത് കാര്യം ചെയ്യിപ്പിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഹൈക്കോടതിയിൽ പരാതി തന്നെ കൊടുത്തിരിക്കുകയാണ്. ഈ കേസ് പിന്നെ CBI അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ഈ അഡ്ജസ്റ്റ്മെൻറ്റാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊരു പാലമായിട്ട് തന്നെയാണ് ബ്രിട്ടാസ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ ഈ CPM അല്ല BJP എതിർക്കുന്നു, നരേന്ദ്രമോദിയെ എതിർക്കുന്നു എന്നൊക്കെ പറയുന്നത് വെറും പാഴ്വാക്കാണെന്ന് നമുക്ക് മനസ്സിലായി. ഏതായാലും ഈ കാലഘട്ടങ്ങളിലൊന്നും തന്നെ നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മോദി സർക്കാരിനെ അല്ലെങ്കിൽ മോദിയെ പേരെടുത്ത് പറഞ്ഞ് ഇതുവരെ നമ്മളാരും വിമർശിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. കാരണം അതിനുള്ള ധൈര്യവുമില്ല, അത് ചെയ്യത്തുമില്ല. ഡൽഹിയിൽ കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്തപ്പോൾ പോലും പ്രസംഗത്തിൽ പറഞ്ഞിട്ടില്ല പ്രധാനമന്ത്രിയുടെ പേര്. അന്ന് അവിടെ യൂണിയൻ ഗവൺമെന്റ് എന്നാണ് പറഞ്ഞത്. ഒരു പേരുടെ 9 പ്രാവശ്യം യൂണിയൻ ഗവൺമെന്റ് എന്നാണ് കേന്ദ്ര സർക്കാരിനെതിരെ നടത്തിയ ജന്തർ മന്ദറിൽ നടത്തിയ പ്രതിഷേധ യോഗത്തിൽ അദ്ദേഹം പറഞ്ഞു. മോദി സർക്കാരെന്നോ അല്ലെ മോദിയുടെ ഗവൺമെൻറ് എന്നോ പ്രധാനമന്ത്രി മോദി എന്നോ ഒരു വാക്കുപോലും പറഞ്ഞില്ല. അപ്പോൾ ഇതാണ്, അവർ രണ്ടുപേരും പരസ്പര സഹകരണ സംഘമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തലില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു തരത്തിലുള്ള എതിർപ്പില്ല, ഒന്നുമില്ല. നേരെ മറിച്ച് തമിഴ്നാട്ടിലെ സർക്കാരോ വലിയ തോതിലുള്ള പ്രതിഷേധവും വലിയ തോതിലുള്ള എതിർപ്പുകളും കേന്ദ്രത്തിൽ നിന്ന് നേരിടുകയാണ്. ഇവിടെ ഒരു എതിർപ്പുമില്ല. ഇവിടുത്തെ സർക്കാരിന് എതിരെ വരുന്ന എല്ലാ കേസുകളും കേന്ദ്രത്തിലെ ഏജൻസികൾ തൽക്കാലം പേപ്പർ കാണിച്ച് പേടിപ്പിക്കുന്നതിനപ്പുറത്തേക്ക് ഒരു അന്വേഷണവുമില്ല. നമ്മൾ ഈ സ്വർണ്ണക്കടത്ത് കേസിൽ കണ്ടത് എവിടെയാണ്? മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി അറസ്റ്റ് ചെയ്തു, പക്ഷേ മുഖ്യമന്ത്രിയുടെ ഓഫീസോ മുഖ്യമന്ത്രിയുടെ വസതിയോ ഒന്നും റെയ്ഡ് ചെയ്യുകയോ ആ അന്വേഷണ ഏജൻസികൾ അങ്ങോട്ട് ചെല്ലുക പോലും ചെയ്തില്ല. അപ്പോൾ ഇതാണ് കേന്ദ്ര കേരള സർക്കാരിനോടുള്ള അടുപ്പവും. അത് നേരെ മറിച്ചാണ് ഇവരുടെ വിധേയത്വവും. ഇത് രണ്ടുമാണ് നടക്കുന്നത്. ബാക്കിയെല്ലാം വെറുതെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഈ കേരള സർക്കാരിനെ ഞെക്കിക്കൊല്ലാൻ ശ്രമിക്കുന്നു, കേന്ദ്രം അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്നുള്ള പറച്ചിലല്ലാതെ ഒന്നും നടക്കുന്നില്ല. അതുപോലെ തന്നെ കൊടകര കുഴൽപ്പണ കേസിൽ നമ്മൾ കണ്ടതെന്താണ്? ആ അന്വേഷണം കേരള സർക്കാർ ഒരടി പോലും മുന്നോട്ട് കൊണ്ടുപോയില്ല. കേരളത്തിലെ പോലീസ് പകുതി വഴിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു. അതാണ് നടന്നത്. സുരേന്ദ്രനെതിരെ വന്ന തെരഞ്ഞെടുപ്പ് കേസിൻ്റെ അവസ്ഥ എന്തുവായിരുന്നു? ഒന്നും നടന്നില്ല. പിന്നീട് നമ്മൾ കണ്ട എവിടെയാണ്? CPI നേതാവ് ചന്ദ്രശേഖരനെതിരെ ആക്രമിച്ച കേസ്. അത് CPM-ന്റെ സാക്ഷികൾ കൂറുമാറി BJP-കാരെ രക്ഷപ്പെടുത്തി വിട്ടു. അപ്പോൾ ഇതാണ് കേരളത്തിൽ നടക്കുന്നത്. എന്നിട്ടാണ് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി പറയുന്നത് ഞങ്ങളാണ് BJP-യെ എതിർക്കുന്ന ഇന്ത്യയിലെ ഏക രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത്. ഇവിടെ ഒരു വശത്ത് അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബ്രിഡ്ജ് ബിറ്റ്വീൻ സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് എന്നാണ് പറയുന്നത്, ഇല്ലേ? ആ ബ്രിട്ടാസ് മധ്യസ്ഥൻ്റെ റോളാണ്, അല്ലെങ്കിൽ പവർ ബ്രോക്കർ റോളിലാണ് ബ്രിട്ടാസ് നിന്നു എന്നല്ലേ ഇത് തെളിയിക്കുന്നത്.